സ്ത്രീപീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ഒളിപ്പിച്ചുവച്ചിരിക്കുന്നത് ആര്? ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഉത്തരം നൽകിയത് കോൺഗ്രസ് നേതാവും യുഡിഎഫ് കൺവീനറുമായ അടൂർ പ്രകാശ് എംപിയാണ്. രാഹുലിനെ ഒളിപ്പിച്ചുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, പിന്നല്ലാതെ മറ്റാര് എന്നാണ് അടൂർ ചോദിക്കുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന രാഹുലിനെ രക്ഷിക്കാനാണ് പിണറായി ഒളിപ്പിച്ചുവച്ചിരിക്കുന്നതെന്ന് അടൂർ പ്രകാശ് ഒരിക്കലും പറയില്ല. അത്തരം മണ്ടത്തരമൊന്നും അദ്ദേഹം കാണിക്കില്ല. പിന്നെയോ, തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം അറസ്റ്റ് ചെയ്ത് പുകിലുണ്ടാക്കി എൽഡിഎഫിന് നേട്ടമുണ്ടാക്കാനാണ് പിണറായിയുടെ നീക്കമെന്നാണ് ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തതായി അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ രാഹുലിനെതിരെ മുൻപ് പാർട്ടിക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അടൂർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുലിനെതിരെ സ്ത്രീപീഡന പരാതി പാർട്ടിക്ക് കിട്ടുന്നത് അയാൾ എംഎൽഎ ആകുന്നതിനും വളരെ മുമ്പാണ്. പല തട്ടിലാണ് ആ പരാതികൾ പൊന്തിവന്നിരുന്നത്. എന്തിനധികം, സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗേക്കും വരെ ആ പരാതികൾ ചെന്നിരുന്നു. അതെല്ലാം മറച്ചുവെച്ചാണ് ഇപ്പോൾ യുഡിഎഫ് കൺവീനറുടെ കുഴഞ്ഞാട്ടം. രാഹുലിന്റെ ഗോഡ്ഫാദർ താങ്കളാണോ? ഇതായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അടൂരിനോട് ഉന്നയിച്ച ചോദ്യം. അയ്യോ, ഞാനല്ലേ, എന്നെ അങ്ങ് വിട്ടേക്കൂ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. രാഹുൽ എവിടെയാണെന്ന് ആഭ്യന്തര വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്നറിയാവുന്ന ഏകയാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. ഇതായിരുന്നു അടൂർ പ്രകാശ് നൽകിയ മറുപടി. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ എത്തിയത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഡിസംബർ 15 പരിഗണിക്കും. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. രണ്ടാമതൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ കേസിൽ പോലീസിന് വേണമെങ്കിൽ എംഎൽഎയെ അറസ്റ്റ് ചെയ്യാം. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ആവശ്യപ്പെട്ടിരുന്നത്. പരാതിക്കാരിയുമായി അടുപ്പത്തിലായിരുന്നു. സ്വകാര്യ സംഭാഷണത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് താനാണെന്ന് സംശയിച്ച് പരാതിക്കാരി അകന്നുപോകുകയും ചെയ്തു. വിവാഹിതയായിരുന്നുവെന്നും അകന്നു കഴിയുകയാണെന്നും അറിയാമായിരുന്നു. അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ലെന്നായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത്. എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചരണം നൽകിയത് എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു. ഇതോടെയാണ് പരാതിക്കാരി തന്നെ തള്ളിപ്പറയുന്നത്. സംഭാഷണത്തിന്റെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും പോലീസ് പിന്നാലെയുള്ളതിനാൽ ഇത് ഹാജരാക്കാനാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഒലിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം ജീവിക്കുന്നത് ആഡംബര സൗകര്യങ്ങളിലാണെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞത് ബംഗളൂരു നഗരത്തിലെ അത്യാഡംബര വില്ലയിലത്രേ. രാഷ്ട്രീയ ബന്ധമുള്ള വനിതാ അഭിഭാഷകയാണ് ഈ സഹായം ഒരുക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവിടേക്ക് പോലീസ് എത്തിയെങ്കിലും 2 മണിക്കൂർ മുൻപ് രാഹുൽ മുങ്ങി. ഇതും പിണറായി പറഞ്ഞിട്ടാണ് എന്ന് അടൂർ പ്രകാശ് പറയാത്തത് പിണറായിയുടെ ഭാഗ്യം. ബംഗളൂരുവിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ചിലരാണ് രാഹുലിന് കാർ നൽകുന്നതും രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്തുന്നതുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നിർദ്ദേശപ്രകാരം രാഹുലിന് സുരക്ഷയൊരുക്കിയ പലരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വരന് മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലാണ് ജയിലിൽ തുടരുന്ന രാഹുൽ ഈശ്വരനെ ജയിൽ സെല്ലിൽ പ്രവേശിപ്പിച്ചത്. ജയിലിൽ നിരാഹാരം തുടരുന്ന രാഹുലിന്റെ ആരോഗ്യനില വഷളായതോടെയാണ് ഇത്. ഈശ്വരനെ ഡ്രിപ്പിടുന്നുണ്ട്. ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകുന്ന മുറയ്ക്ക് തിരികെ ജയിലിലേക്ക് മാറ്റും.